പലരും അവരുടെ കല്യാണത്തിന് അവരുടെ ഫോട്ടോഗ്രാഫറിനെ വീഡിയോഗ്രാഫറിനെ കാണുന്നത് കൃത്യം ആ കല്യാണത്തിന്റെ ദിവസമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യാനോ അവരുമായിട്ടൊരു കംഫർട്ട് സോൺ ഉണ്ടാക്കിയെടുക്കാനോ അവർക്ക് നിങ്ങളുമായിട്ട് മിങ്കിൾ ചെയ്ത് നിങ്ങളുടെ ടേസ്റ്റുകളൊക്കെ മനസ്സിലാക്കാനായിട്ടോ ടൈം കിട്ടാതെ വരും. ഇപ്പൊ സേവ് ഡേറ്റ് എടുക്കാൻ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിലും കുറച്ച് മിങ്കിൾ ആവുമെങ്കിലും ആ സേവ് ഡേറ്റിന്റെ ഫോട്ടോസ് അതിൽ ചിലപ്പോൾ ഒരു വേരിയേഷൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം നിങ്ങൾ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോഗ്രാഫറായിട്ടും വീഡിയോഗ്രാഫറായിട്ടും ഒരു ഒരു അരമണിക്കൂറെങ്കിലും സംസാരിക്കുക. പറ്റുമെങ്കിൽ വീഡിയോ കോൾ വിളിച്ച് തന്നെ സംസാരിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഐഡിയാസ് കാര്യങ്ങൾ പറയുക. അപ്പോൾ അവരെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അവരുടെ ടോക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഏകദേശം ഐഡിയ നമുക്ക് മനസ്സിലാവും. അതുപോലെ നിങ്ങൾ ഫോട്ടോഗ്രാഫർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ചിലപ്പം കല്യാണ ചെറുക്കൻ്റെ അച്ഛനോ ഒക്കെ ആയിരിക്കും നിങ്ങളെ വർക്ക് ഏൽപ്പിക്കുന്നത്. അപ്പം നിങ്ങൾ കല്യാണ ചെറുക്കനെ വിളിച്ച് സംസാരിക്കുക. അതുപോലെ തന്നെ കല്യാണ ബ്രൈഡിനെ വിളിച്ചൊക്കെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കുറച്ചൊരു കണക്ഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അതുവഴി നമുക്ക് നല്ല രീതിക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ടും പറ്റും. അല്ലാതെ ചെയ്ത് അടിപൊളിയാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനും ഒരു നല്ല സൈഡ് ഉണ്ട്.